അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. CPI ആവോലി ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPI 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആവോലി ലോക്കൽ സമ്മേളനത്തിന് വിവിധ പരിപാടികളോടെ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം, പതാക പ്രചരണ ജാഥ എന്നിവ നടത്തപ്പെട്ടു. ആഘോഷങ്ങളുടെ ഭാഗമായി ആനിക്കാട് ചിറപ്പടിയിൽ വാട്ടർ ട്യൂബ് റേസിംഗും ഒരുക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല സഖാക്കളെ, ആവോലിയിലെ പഴയകാല സഖാക്കളെ ആദരിക്കും. ഈ ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളുടെയും മഹനീയ സന്നിധിയും സ്നേഹപൂർവ്വം ക്ഷണിക്കുമ്പോൾ സ്വാഗതം ചെയ്യും. Up, up, up. Come on. Up, up. പതാക ദിനത്തിന്റെ ഭാഗമായി വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി MT കുട്ടപ്പൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ കമ്പനിപ്പടി, ഹോസ്റ്റൽ ജംഗ്ഷൻ, രണ്ടാർക്കര എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ആനിക്കാട് കാനം രാജേന്ദ്രൻ നഗറിൽ സമാപിച്ചു. ശനിയാഴ്ച ആനിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യൻ മണ്ണിൽ അയോധ്യയുടെ രാമജന്മഭൂമി എന്ന പേര് പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ അവർ മനുഷ്യനെ വേർതിരിച്ചിരുന്നത്. മഹാരാഷ്ട്രയിൽ ശിവജിയുടെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ മതത്തിന്റെ പേര് ഭിന്നിപ്പിക്കുവാനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശിവജി ഒരു ഹൈന്ദവവാദിയായിരുന്നുവെന്നും ശിവജിയുടെ മണ്ണാണ് മഹാരാഷ്ട്രയുടെ മണ്ണെന്നും അതുകൊണ്ട് തന്നെ ഹൈന്ദവതയിൽ അധിഷ്ഠിതമായ ജീവിതക്രമം ഉണ്ടാവണം, മറ്റു മതസ്ഥർ കുടിയേറി പാർത്തവരാണ്, അവരെ ആട്ടിപ്പായിക്കണമെന്നുള്ള നിലപാട് അവിടുത്തെ സംഘപരിവാര അനുകൂല പ്രസ്ഥാനങ്ങളും സംഘപരിവാരങ്ങളും തീരുമാനിക്കുകയും ശിവജിയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ വംശീയ വിദ്വേഷം വിതയ്ക്കുന്ന പ്രസംഗങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കുകയുണ്ടായി. അതിനെതിരെ പ്രതിരോധം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ നേതാവ് സഖാവ് ഗോവിന്ദ് കൻസാരിക്ക് സംഘപരിവാര സംഘങ്ങളുടെ നിറതോക്കിൽ നിന്നും വെടിയുണ്ടേറ്റ് ജീവൻ ത്യജിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സമയം പോകുന്നൊരു പോക്കെ, എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന്. കുടുംബത്തിന് വേണ്ടി തന്നെ പറഞ്ഞ് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു മാറ്റം എന്തായാലും വേണം. ഡെയിൻസ് യൂണിസെക്സ് സലൂൺ, ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ്, 1 വേ ജംഗ്ഷൻ, മൂവാറ്റുപുഴ.